ചരിത്രത്തിലാദ്യമായി തെയ്യക്കോലങ്ങളില്ലാതെ കുമ്പളപ്പാറ ശ്രീ ഭഗവതി ആലിച്ചാമുണ്ടി ക്ഷേത്ര വാർഷിക കളിയാട്ട മഹോത്സവം. ആലിതെയ്യം കെട്ടിയാടുന്നതിലൂടെ പ്രസിദ്ധമായ കുമ്പളയിലെ പാറ ശ്രീ ഭഗവതി ക്ഷേത്രത്തിൽ ഇരുവിഭാഗങ്ങൾ തമ്മിലുള്ള തർക്കം പരിഹരിക്കാത്തതിനാലാണ് ഈ വർഷത്തെ കളിയാട്ട മഹോത്സവം തെയ്യക്കോലങ്ങൾ കെട്ടിയാടാതെ ചടങ്ങ് മാത്രമായി നടത്തുന്നത്. Beautiful and excellent quality furnitures are giving pride to every home. Tamam Furniture World, most popular furniture brand in Kerala and Karnataka. Tamam Furniture World, Uppala, Bandiyod, Udyavar, now at Mangalore. പാറ ശ്രീ ഭഗവതി ആലിച്ചാമുണ്ടി ക്ഷേത്രം നടത്തിപ്പ് മലബാർ ദേവസ്വം ബോർഡിനാണ്. പ്രസ്തുത ക്ഷേത്രത്തിൽ പ്രാചീന കാലം മുതൽ നടന്നു വന്നിരുന്ന ചടങ്ങുകളിൽ മാറ്റം വരുത്തി ക്ഷേത്രത്തിലെ കാരണവർ അടക്കമുള്ള ആചാരക്കാരെ പങ്കെടുപ്പിക്കാതെ ക്ഷേത്രത്തിൻ്റെ ഭണ്ഡാരസ്ഥാനത്ത് ഭണ്ഡാരം നിലനിൽക്കെ പുതിയ ഭണ്ഡാരമുണ്ടാക്കി ദേവസ്വം ഫിറ്റ് പേഴ്സണും കൂടെയുള്ള കുറച്ചാളുകളും കഴിഞ്ഞ 2 വർഷം നടത്തിയ ഉത്സവത്തിൽ ക്ഷേത്രത്തിൽ ആചാരാവകാശമുള്ള തറവാട്ടുകാർ സഹകരിച്ചിരുന്നില്ല. പ്രശ്നം പരിഹരിക്കുവാൻ ജില്ലയിലെ 18 കഴക ക്ഷേത്ര ഭാരവാഹികളുടെയും ആചാരസ്ഥാനികരുടെയും മധ്യസ്ഥതയിൽ നടന്ന പ്രശ്ന പരിഹാര ചിന്തയിൽ ഉരുത്തിരിഞ്ഞു വന്ന പരിഹാര വ്യവസ്ഥകൾ 2 കൂട്ടരും അംഗീകരിക്കുകയും പിന്നീട് ദേവസ്വം ഫിറ്റ് പേഴ്സണും കൂട്ടരും പിന്മാറുകയും ചെയ്തതാണ് ഇപ്പോഴത്തെ പ്രതിസന്ധിക്ക് കാരണമെന്നാണ് പറയുന്നത്. ഇങ്ങനെ ഒരു സ്ഥിതി നിലനിൽക്കുന്ന പക്ഷം തെയ്യക്കോലധാരികൾക്ക് ആചാരലംഘനത്തെ തുടർന്നുള്ള നിലവിലെ സാഹചര്യം വെച്ച് കളിയാട്ട മഹോത്സവവുമായി മുന്നോട്ടു പോകുവാൻ കഴിയാത്തതിനാൽ ഉത്സവത്തിൽ നിന്നും വിട്ടുനിൽക്കേണ്ട സാഹചര്യമുണ്ടാവുകയും ഈ വർഷത്തെ കളിയാട്ട മഹോത്സവം തെയ്യക്കോലങ്ങൾ കെട്ടിയാടാതെ ചടങ്ങ് മാത്രമായി നടത്തേണ്ടി വന്നിരിക്കുകയുമാണ്. ക്ഷേത്രത്തിൻ്റെ ചരിത്രത്തിൽ ഇതാദ്യമായാണ് ക്ഷേത്ര ആചാര ലംഘനത്തെ തുടർന്ന് ക്ഷേത്രത്തിൽ കളിയാട്ട മഹോത്സവം മുടങ്ങുന്നത്. ക്ഷേത്രത്തിൽ കളിയാട്ടം മുടങ്ങിയത് കുമ്പളയെ മാത്രമല്ല സമൂഹത്തെ ഒന്നാകെ ബാധിക്കുമെന്നാണ് മുതിർന്നവർ പറയുന്നത്. തറവാടുകാരൻ കർമ്മികളെ ധിക്കരിച്ചിട്ട് ചില ആളുകൾ കൂടിയിട്ട് കാര്യം നടത്തിയിരുന്നു. പക്ഷേ ഇപ്രാവശ്യം യാതൊന്നും ഇല്ലാണ്ട് നമ്മൾ നവീകരണത്തിന് ശേഷം കൂടി നമുക്ക് യാതൊരു പ്രാധാന്യം തരാണ്ട് അവർ നമ്മളെ ധിക്കരിച്ചിട്ട് ഉത്സവാദികൾ നടത്തുന്നുണ്ട്. ഇത് പ്രശ്നങ്ങൾ ചിന്തിച്ചിട്ട് കളകത്തിൻ്റെ എല്ലാ 18 ക്ഷേത്രങ്ങളും പ്രശ്നം ചിന്തിച്ച് തീരുമാനിച്ച പോലെ ആ തീരുമാനത്തിന് ലംഘിച്ചിട്ട് ഇന്നത്തെ പ്രവർത്തനം നടത്താൻ പോകുന്നുണ്ട്. ഇത് നമുക്ക് സമുദായത്തിനും തറവാടുകാർക്കും ബാക്കിയുള്ളവർക്കും മാനസിക വിഷം കൊടുക്കുന്നവരായതുകൊണ്ട് ഇന്ന് മേലാലും അവർക്ക് ദൈവം ബുദ്ധി കൊടുത്തിട്ട് നല്ല രീതിയിൽ സഹകരിച്ച് യോജിച്ച് മുന്നോട്ട് പോകുന്ന ആ മഹാഭാഗ്യം അനുഗ്രഹിക്കട്ടെ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നതാണ്. കർഷാട്ട് കഴിഞ്ഞ ശേഷം നമ്മൾ ദൈവം കിട്ടുന്ന ആൾക്കാരല്ലേ, അപ്പോൾ നമുക്ക് കുറേ എന്തെല്ലോ അനാഹരണങ്ങളും മറ്റേ എന്തെല്ലോ അനുഭവിക്കുന്നത് അത് നമ്മൾ ഇവരോട് ദേവസ്വം ബോർഡോടും പറഞ്ഞ് ഇനി മറ്റേ സമുദായത്തിൻ്റെ അവരോട് നമ്മൾ ലെറ്റർ മുഖേന കൊടുക്കുകയും ചെയ്തു. അതിനൊരു മറുപടിയും തന്നു. അതിനുശേഷമാണ് ഇവർ ഈ കത്തടിച്ച് കയ്യൊക്കെ മറ്റൊന്ന് വർഷം പറഞ്ഞ് നമ്മൾ പറയുന്നത് ഇത്രേ പറഞ്ഞു. നമ്മൾ വരുന്നില്ലാന്നും പറഞ്ഞിട്ടില്ല, വരുന്നെന്നും പറഞ്ഞില്ല. നമ്മൾ ഇത്രേ പറഞ്ഞു. നമുക്കറിയുന്നുണ്ട് എന്നുവെച്ചാൽ താഴെ ഭണ്ഡാരം വന്നിട്ട് മുകളിൽ കഴിക്കുന്നതാണ്. അപ്പോൾ അതുപോലെയാണെങ്കിൽ നമ്മൾ വരാം, ഇല്ല നമുക്ക് വരാൻ പറ്റില്ല പറഞ്ഞു. ദൈവം പറഞ്ഞില്ല, വേറെ നമ്മൊന്നും ഇപ്പം വേണ്ടാത്ത അവരെന്നും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.